സ്മെല്ലുണ്ടാ? സ്മെല്ലുണ്ട്. അയ്യോ, പിന്നെ ആരെങ്കിലും വന്ന് നിന്നെ പട്ടി മണത്ത് നോക്കണ മണത്ത് നോക്കിയാലേ സീനുള്ളൂ. അങ്ങനെ ഇപ്പൊ ആര് വന്ന് മണത്ത് നോക്കാൻ? പിന്നെ വോഡ്ക ആയതുകൊണ്ട് വലിയ സ്മെല്ലൊന്നും ഉണ്ടാവില്ലടാ. നിന്നോട് ആരാ പറഞ്ഞ വോഡ്ക അടിച്ചു കഴിഞ്ഞാൽ സ്മെല്ല് ഉണ്ടാവില്ല? എടാ, മദ്യം ഏത് കുടിച്ചാലും സ്മെല്ല് ഉണ്ടാവും. വോഡ്ക അടിച്ചാൽ മണം ഉണ്ടാവില്ലെന്നും മണ്ടന്മാര് പറഞ്ഞിട്ട് കാര്യമില്ല. മണമില്ലായിരിക്കാൻ ആകെ ഒരു വഴിയുള്ളൂ. എന്താണത്? മദ്യപിക്കാതിരിക്കണം. ഓ, എന്നിട്ട് എന്നെ പോലെ കഞ്ചാവ് അടിക്കണം. അതൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. പലതും ചിന്തിക്കാൻ പറ്റും. എന്ത് ചിന്തിക്കാൻ? എന്തെല്ലാം ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മൾ പ്രധാനമന്ത്രിയാന്ന് ചിന്തിക്കും, വേൾഡ് മൊത്തം കറങ്ങിടക്കണെന്ന് ചിന്തിക്കും. പിന്നെ പ്രധാനമന്ത്രിയാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റേ കാര്യം സെപ്പറേറ്റ് ചിന്തിക്കേണ്ട ആവശ്യമില്ല, എല്ലാം നടന്നു. എനിക്കൊരു പ്രത്യേക നേക്കാണ്. കഞ്ചാവ് അടിച്ചാൽ നമ്മൾ ഫുൾ കൺട്രോൾഡ് ആയിരിക്കും. ഇപ്പൊ തന്നെ നിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. നിന്റെ സ്വന്തം വീട് കണ്ടുപിടിക്കാൻ എന്റെ സഹായം വേണ്ടി വന്നില്ലേ? ശരിയാ. അതെ, നീ വീട്ടിലേക്ക് കയറി. അഥവാ നിന്നെ പിടിച്ചാലും നീ ഫുൾ കോൺഫിഡൻസിൽ നിൽക്കണം. എന്നിട്ടൊരു ഫുൾ ഒറ്റക്ക് അടിച്ചെന്ന് അങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ആരും വിശ്വസിക്കൂല. അപ്പൊ ശരിയല്ലയാ. ഗുഡ് നൈറ്റ്. പെട്ട്. എന്തൊരു സ്മെല്ല്? എന്ത് സ്മെല്ല്? മദ്യപിച്ചു മതോന്മത്തനായിട്ട് വന്നിരിക്കുന്നു മമ്മിയുടെ മോൻ. സമാധാനായിട്ട് കിടന്നു. അടിച്ച ഫിറ്റും പോയി. കളവൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ജസ്റ്റ് എസ്കേപ്പ്. അയ്യോ, മമ്മി റിട്ടേൺസ്. എന്താ അമ്മായി? ഇവിടെ നില്ലടാ. നീ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട്. ഒരു ഫുള്ള് മൊത്തം കുടിച്ചിട്ടാ വന്നേ. അയ്യോ, ഒരു ഫുള്ളോ? എന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് അവിടെ കയറി വന്നത്? കള്ളുകൂടിയാ? ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. ഒന്ന് പോവാമേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഒന്ന് നിർത്തണ്ട. എന്റെ കണ്ണിലൊരു കരട് പോയിട്ടുണ്ട്. ഒന്ന് നോക്കിയടാ മോനെ, ഒന്ന് ഊതിയേ. നല്ല കീറിണ്ടവൻ. എല്ലാം പൊളിഞ്ഞു. അപ്പൊ നീ പറഞ്ഞത് സത്യമല്ലേ? അല്ല, ഇന്ന് തന്നെ ഞാൻ വെറുതെ വിടത്തില്ലടാ. നിന്റെ അപ്പനെ വിളിച്ചോണ്ട് വരട്ടെ. അതുവരെ നീ ഇവിടെ നനങ്ങരുത്. വാറ്റടിച്ചു, ഫുൾജാർ വാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു. ഇന്ന് അവസാനിപ്പിച്ചു തരാം. വാറ്റടിച്ചു. അയ്യോടാ, ഫുൾജാർ തുടങ്ങിയോ? വാറ്റടിച്ചു. ഓ, മോനോട് ചോദിക്കാൻ പറ്റിയ അപ്പൻ. പോളിച്ചയാ, നിങ്ങളുടെ മോനോടെ കള്ളും കുടിച്ചോണ്ട് നിൽക്കുക. പോയി ചോദിക്ക്. ഞാനെന്തിനാ അവനോട് ചോദിക്കുന്നത്? എന്റെ സാധനം ഇരിക്കല്ലേ. അവൻ വേണമെങ്കിൽ എന്നോട് ചോദിക്കട്ടെ. കണ്ടില്ലേ, ഫുൾജാർ വാറ്റ് ബെസ്റ്റാ. യോ, ഇനി ഇതും കൂടെ ചോദിച്ചവൻ കുടിക്കണോ? അവനൊരു ഫുൾ കൊപ്പി തീർത്തേച്ച് അവിടെ വന്ന് നിൽക്കുക. അതെന്തിനാന്ന് പോയി ചോദിക്കാൻ? ആഹാ, അതാണോ? എന്നാ ഒന്ന് അറിഞ്ഞിട്ട് എന്റെ കാര്യം. പിന്നെ ഒരു കാര്യം കേട്ടോ, ഒരു ഉപായത്തിൽ ചോദിക്കണം, അടിക്കൊന്നും ചെയ്യരുത്. ചോദിക്കേണ്ട എങ്ങനെയാന്ന് എനിക്കറിയാം. ഇന്നത്തോടെ അവന്റെ അവസാനം പറയണ്ടേ? നീ ഒന്നും പറയില്ല. കർത്താവേ, നല്ലത് വരുത്തണേ. ഇങ്ങോട്ട് മാറിയില്ലടാ. സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോഴാണ് പാട്ട്. നീ എന്തിനാടാ കള്ളു കുടിച്ചത്? അത് ശിവയ്ക്ക് ജോലി കിട്ടിയ സന്തോഷത്തിനാ. ശിവയ്ക്ക് ജോലി കിട്ടിയ സന്തോഷത്തിനോ? ശിവയ്ക്ക് ജോലി കിട്ടിയ സന്തോഷത്തിൽ കുടിച്ചതാ പാവം. ഇത് നിനക്ക് തന്നെ ചോദിച്ചാ പോരെ? വെറുതെ എന്റെ വെള്ളമണിയുടെ ഫ്ലോ അങ്ങ് കളഞ്ഞല്ലോ. ഏത് നമ്മുടെ ശിവയ? ആ മണ്ടന് വരെ ജോലി കിട്ടിയ മോനെ, നീ ഒരു പരാജയമാണല്ലോടാ മോനെ. ചോദിക്കാൻ പറ. ആരാ ഈ സമയത്ത് ബെല്ലടിക്കുന്നത്? വീണ്ടും ഫ്ലോ കളയുമാര്. ഭാഗ്യം, രക്ഷപ്പെട്ട്. ഹലോ. യെസ്. അങ്കിളെന്താ എന്റെ വീട്ടിൽ? നിന്റെ വീടാ? എടാ പൊട്ടാ, ഇത് എന്റെ വീടാ. എന്താടാ? ശരിയാണല്ലോ. അപ്പൊ എന്റെ വീട് എവിടെ? ഒന്നും പറയില്ലേ. ഞാൻ കൊറേ നേരം തപ്പി കിടക്കണേന്നു. ഇടയ്ക്ക് ചെറിയ മെമ്മറി കേട്ടോ. ദൈവമേ, അങ്കിളിന് എനിക്ക് ഹെൽപ്പ് ചെയ്യോ? എന്ത് ഹെൽപ്പ്? എന്റെ വീട്ടിൽ പോണ റൂട്ട് മാപ്പ് വരച്ചു. റൂട്ട് മാപ്പ് വരയ്ക്കാൻ ഞാൻ എന്താ മനോരമയാ? പോടാ, വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ. പോളിച്ചയാ, ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. എന്താ? നിങ്ങളൊരു മണ്ടനാ. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ കെട്ടിയത്. കുന്തം.
ഞാൻ നിങ്ങളോട് വെള്ളം ഒഴിച്ച് വന്ന് അവനെ ഉപദേശിക്കാനല്ലേ പറഞ്ഞേ? എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തേ? അവനെ ഉപദേശിക്കാൻ എടി കുറച്ചു മുമ്പ് വരെ എനിക്ക് അവന്റെ ഭാവിയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. അതെന്താ? നമ്മൾ അതിനെപ്പറ്റി ഓർക്കുന്നേ ഇല്ലല്ലോ. വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ കിടക്കുന്നു ഓർക്കാൻ. ആ ശിവയ്ക്ക് ഒരു ജോലി കിട്ടി. നമ്മുടെ മോൻ എന്നാണോ രക്ഷപ്പെടുന്നത്? അവനെ രക്ഷപ്പെടുത്താൻ എന്റെ കയ്യിൽ ഒരു പ്ലാനുണ്ട്, ഒരു ധമാക്ക പ്ലാൻ. അപ്പാ എന്താടാ? ഇയോയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന തീരുമാനം ഞാനും അന്നമ്മയും കൂടെ ചേർന്ന് ആലോചിച്ചെടുത്തു. അപ്പനൂടെ കേട്ട അതിനൊരു അഭിപ്രായം പറയാം. എന്താന്ന് വെച്ചാ പറ. എന്താ അവനെ നാടിടത്താൻ? അതൊന്നുമല്ല, പിന്നെ അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാനാ ഞങ്ങളുടെ പ്ലാൻ. പോയി വാ ചെറുക്കാ. നല്ല ബബിൾസ്. എത്ര നേരമാ? അവന് കല്യാണം കഴിക്കാനുള്ള മെച്ചൂരിറ്റി ഒക്കെ ഉണ്ടോ? അതൊക്കെ കല്യാണം കഴിയുമ്പോ അങ്ങ് ശരിയായിക്കോട്ടെ. അങ്ങനെ ഒരു പെണ്ണിനെ തന്നെയാ ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്. അവൻ മനസമാധാനത്തോടു കൂടി നടക്കണ കാണുമ്പോ നിനക്ക് നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട് അല്ലേ പോളി? ഫ്രസ്ട്രേഷൻ. എന്താ ഒരു ഗൂഢാലോചന? ഗൂഢാലോചനയല്ല, കല്യാണാലോചനയാ. എനിക്ക് കല്യാണോ? പൊളിച്ച്. മോൾ ഇങ്ങോട്ട് വാ, അപ്പാപ്പൻ പറയാം. വേണ്ടായിരുന്നു. അതെന്താ? അല്ല, എനിക്കിപ്പോ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്നാണ്. പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ എന്നെ നിർബന്ധിക്കുവാണെങ്കിൽ എനിക്ക് ഓക്കെ കേട്ടോ. നിനക്കല്ല, ഞങ്ങൾ ഈയോടെ കല്യാണക്കാര്യം പറയുമായിരുന്നു. ഇവള് കൊള്ളാലോ. സോഡാക്കോപ്പിയുടെ വലുപ്പം പോലും ഇല്ല. വെറുതെ ആഗ്രഹിച്ച്. കല്യാണോ? എനിക്കാ? പോളി, നീ സീരിയസ് ആയിട്ടാ? അതെ അപ്പ, പെണ്ണിനെയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ കൂട്ടുകാരന്റെ മകളാ. മോനെ, എന്താപ്പാ? ഒരു കോടീശ്വരിയും സുന്ദരിയുമായ ഒരു പെണ്ണ് ഒരു ഓഡി കാറിൽ വന്നിറങ്ങുന്ന നീ ഒന്ന് സങ്കല്പിച്ചു നോക്കി. പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആണെങ്കിൽ സൂക്ഷിക്കണം. എന്റെ കനവിൽ ചേരും പെണ്ണേ, എന്റെ ഹൃദയം തേടി നിന്നേ. പെണ്ണേ, കടലിന്റെ അടിപൊളിയായിരിക്കും. അവൾ ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു കോടതിയിലേക്ക് കയറി പോന്നായിട്ട് നീ ഒന്ന് സങ്കല്പിച്ചു നോക്കി. കൂടെ സങ്കല്പിച്ചു. വക്കീലല്ലേ? ഏയ്, വക്കീലൊന്നും അല്ല. അപ്പൊ പിന്നെ ജഡ്ജി ആയിരിക്കും. അതൊന്നും അല്ലപ്പാ, ഒരു ചെറിയ ഡൈവേഴ്സ് കേസ്. അവള് ചെറുതായിട്ടൊന്ന് കെട്ടിയതാ. അപ്പൊ പിന്നെ കോടതി എന്ന് പറഞ്ഞത്? കുടുംബ കോടതി. ആ, അയ്യേ, ഡിവോഴ്സ് ആയ പെണ്ണ്. ബിൽഡപ്പ് കേട്ടപ്പോഴേ തോന്നി എന്തേലും ഉടായിപ്പായിരിക്കും. മമ്മി ഇതിൽ കൂട്ടി വെക്കണം. അയ്യോ മക്കളെ, ഡൈവേഴ്സിന്റെ ആരും പറഞ്ഞില്ല എന്റെ അടുത്ത്. നിനക്ക് എന്റെ അപ്പന്റെ സ്വഭാവം അതേപടി കിട്ടിയിട്ടുണ്ട്. എന്താണ്? അങ്ങേര് പല്ലിക്കാട്ടം വരെ കണക്ക് പറഞ്ഞു വെക്കുമായിരുന്നു. എന്താ നീ മിണ്ടാട്ടെ? എന്നാലും ഇത് കുറച്ച് കടന്നുപോയി. അപ്പനൊന്നും ഉണ്ടായി. വേണ്ട മോനെ, വേണ്ട. എടാ, നീ അവളെ കെട്ടിയ നമ്മൾ മൊത്തത്തിൽ രക്ഷപ്പെടും. അവസ്ഥയാകെ മോശമാടാ. എന്റെ കടയൊക്കെ പൊളിഞ്ഞിരിക്കുക. ഹേ, നിന്റെ കട പൊളിഞ്ഞതിന് ഒരു പൊളിഞ്ഞ കട ഇവന്റെ തലയിൽ കെട്ടി വെക്കണം. എനിക്കെങ്ങും വേണ്ട ഈ കല്യാണം. അപ്പം തന്നെ അങ്ങോട്ട് കെട്ടിക്കൊണ്ടാ മതി. ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ പതിവ്രതയും കന്യകയായ ഒരു പെണ്ണിനെ കെട്ടു. കന്യകയോ? എടാ, സ്വന്തം ഭാര്യയെ പോലും ജീവിതത്തിൽ ഒരിക്കലേ കന്യകയായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ അത് ഉറപ്പൊന്നുമില്ല. കിട്ടിയാ കിട്ടി. അല്ല, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെയാന്ന് പറയുമായിരുന്നു. ഒന്ന് പോവാ അവിടുന്ന്. ഒരു രണ്ടാം കെട്ടും കൊണ്ട് വന്നിരിക്കുന്നത്. വെറുതെ അവനെ ആശിപ്പിച്ചു. എനിക്കെങ്ങും വേണ്ട. അപ്പനെന്ത് ഉടായിപ്പണപ്പാ? എന്തുടായിപ്പ്? പിന്നല്ലാതെ. ഈ ഡൈവേഴ്സിന്റെ കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞോ? ബന്ധം ഒഴിഞ്ഞ പെണ്ണിനെ ഒന്നും എന്റെ മോന് വേണ്ട. അവൻ അത്ര ഗതികേടൊന്നും വന്നിട്ടില്ല. എന്നാ ഞാൻ കെട്ടാടി. നിങ്ങൾ കെട്ടോ, എനിക്കറിയാം. അന്നമ്മേ, ഇത് അങ്ങനത്തെ ഡൈവേഴ്സ് അല്ല. പിന്നെ എങ്ങനത്തെ? ഇത് തീവ്രത കുറഞ്ഞ ചെറിയൊരു ഡൈവേഴ്സ്. എന്തോന്ന് ഭൂകമ്പോ തീവ്രത കുറയാൻ?